ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബ്യൂട്ടിഫുൾ കാനഡയുടെ വേറൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ പേര് സീന. ഞാനിപ്പോൾ ഒരു കേക്ക് മുറിക്കുന്നത് കണ്ടില്ലേ, അതെൻ്റെ ഒരു വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട് ലിൻഡ കോവർക്കറും കൂടിയാണ്. അവർ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ട കേക്കാണ്. ഒരു റം കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു. മെനി താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മെറി ക്രിസ്മസ്. നാട്ടിലൊക്കെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്നറിയാം. ഞങ്ങൾക്ക് 1 ഡേ ബിഹൈൻഡ് ആയതുകൊണ്ട് ഇന്നാണ് ക്രിസ്മസ് ശരിക്കും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു എയർ ഫ്രയർ വാങ്ങിച്ചില്ലേ, അതിലൊരു ചിക്കൻ ഡ്രം സ്റ്റിക്സ്, ഒരു ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ഈ ചിക്കൻ ഡ്രം സ്റ്റിക്സ് എല്ലാം എടുത്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് പാറ്റ് ഡ്രൈ ചെയ്തിട്ട് ടിഷ്യൂ കൊണ്ട് ജസ്റ്റ് ഡ്രൈ ചെയ്തിട്ട് ഒരു ഫോയിൽ പേപ്പറിലേക്ക് വെച്ചതാണ് കേട്ടോ. നല്ലപോലെ ഡ്രൈ ചെയ്യണം. ശരിക്കും നമ്മൾ ചിക്കനൊക്കെ ഈ ഡ്രൈ ഫ്രൈയും എയർ ഫ്രൈയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം നല്ലപോലെ ഡ്രൈ ചെയ്ത് കളഞ്ഞാൽ അതിൽ നിന്ന് എന്തായാലും വെള്ളം വരുമല്ലോ. അപ്പം അത്രയും കുറച്ച് വെള്ളം വരുന്നതെങ്കിലും അതിൽ നിന്ന് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കഴുകിയ വെള്ളവും എല്ലാ വെള്ളം കൂടിയായിട്ട് ഒരുപാട് വെള്ളമാവും കേട്ടോ അതിനകത്ത്. ഞാനിതിൽ ഒരുപാട് മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് മസാലകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തേഴ്സ്ഡേ ഫിലിം ചെയ്തതാണ് കേട്ടോ. അതായത് ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഉണ്ടായിരുന്നില്ല, പിറ്റേന്ന് സ്കൂൾ ഉണ്ടാവുമെന്ന് വിചാരിച്ച്. പക്ഷേ സ്നോ ആയതുകൊണ്ട് ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തേഴ്സ്ഡേയുടെ പിന്നെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു, ഈ മസാലകളൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിൽ പോയി തൊട്ട് ആ ബോട്ടിലും എല്ലാം ഇങ്ങനെ അഴുകി നമ്മൾ കയ്യിലുള്ളത് കയ്യിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം കുറച്ച് ഒനിയൻ പൗഡർ, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് സോൾട്ട്, പെപ്പർ, എല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. എനിക്കിങ്ങനെ അളവൊന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഈ ചിക്കൻ്റെ ഇതിൻ്റെ മുകളിൽ, കാരണം ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് സ്കിന്നിങ്ങനെ തിരുത്തി ചെയ്ത് അതിലേക്ക് ആക്കിയാൽ മാത്രമേ അതിലേക്ക് അധികമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് ഒന്ന് പിടിപ്പിച്ച് ഇങ്ങനെ തേച്ച് വെച്ചാൽ മതി. പിന്നെ എൻ്റെ ആ വലിയ ബോട്ടിൽ കാണുന്നത് റോസ്റ്റഡ് ഗാർലിക് പെപ്പറാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പേ വാൾമാർട്ടിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ, ഇപ്പം നാട്ടിലൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ ഇതിടണമെന്നൊന്നുമില്ല, ഓപ്ഷനിലാണ്. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള മസാലകൾ ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ചിലപ്പം നമ്മളുടെ നാട്ടിലെ രുചികളായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ നമ്മൾ മുളകും അങ്ങനത്തെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം ഞാൻ എല്ലാം തേച്ച് ഒരു ബൗളിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമല്ല, നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇത്തിരി നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു സമയം വരെ ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നല്ലോ എയർ ഫ്രയർ. അപ്പം എയർ ഫ്രയറിൽ ജസ്റ്റ് ഇത് സത്യം പറഞ്ഞാൽ എയർ ഫ്രയറിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറയാം. ഇതെങ്ങനെ ആവുമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് എയർ ഫ്രയറിൽ ഞാൻ ജസ്റ്റ് ഒലീവ് ഓയിലാണ് അതിനകത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഡിസിൽ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ നോൺ സ്റ്റിക്കാണ്, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഓയിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ചിക്കൻ ഡ്രം സ്റ്റിക്സൊക്കെ പെറുക്കിയിട്ട് എല്ലാം ഇങ്ങനെ നിരത്തിയാണ് ഞാൻ വെച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു മെറ്റൽ റാക്ക് ഉണ്ടായിരുന്നു. ബാക്കി ചിക്കൻ ഞാൻ അതിലേക്കും കൂടി വെച്ചു. എന്നിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ തന്നെ കുറച്ചൊന്ന് ഡിസിൽ ചെയ്തിട്ട്, ഒരുപാടൊന്നും ചെയ്തില്ല, കുറേശ്ശെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഫസ്റ്റ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ പ്രഷർ കുക്ക് എന്നുള്ള ഒരു ഐഡിയ ആയതുകൊണ്ട് ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചത്, എങ്ങാനും പൊട്ടിത്തെറിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ ഗൂഗിളിലൊക്കെ നല്ല എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ കാണുമായിരിക്കും. ഞാൻ പക്ഷെ ഒന്നും നോക്കിയില്ല, നോക്കാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് പ്രഷർ കുക്കറിൻ്റെ ടോപ്പ് ആണിത്. 2 ടോപ്പായിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് ഒരു ഗ്രിൽഡ് ടോപ്പും ഒന്നൊരു പ്രഷർ കുക്കർ ടോപ്പുമാണ്. അപ്പം അതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഓണാക്കി നമുക്ക് എത്ര ഇതിലാണോ വെക്കേണ്ടത് അത്രയും ടൈം സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് പ്രഷർ ആയിട്ട് നമ്മൾ എത്ര ടൈമാണോ സെറ്റ് ചെയ്തത്, ഇപ്പോൾ 15 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചെങ്കിൽ ആ 15 മിനിറ്റ്സിൽ അത് വന്നിട്ട് ബീപ്പ് ചെയ്യും. അത് ഓഫ് ആവുകയും ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. പിന്നെ നമ്മൾ എയർ പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് നോക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഗീ റൈസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു.
അപ്പം ഗീ റൈസ് അല്ല, ആക്ച്വലി ജീര റൈസ് കേട്ടോ. കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്ലട്ടർ ചെയ്തു. അപ്പം ഞാൻ ഈ ബസ്മതി അരിയാണ് യൂസ് ചെയ്തത്. ഒരു അരമണിക്കൂർ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ജസ്റ്റ് എന്നിട്ട് വാർത്താണ്. എന്നിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ടിട്ട് അരിയും കൂടെ അതിനകത്തോട്ടിട്ടു. ഒരു കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്യും കേട്ടോ. ജസ്റ്റ് അരി ഒന്ന് ഡ്രൈ ആകുന്നവരെ, ഒരുപാട് സമയമൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഗീ റൈസോ ഇനിയിപ്പം ജീര റൈസോ എന്തെങ്കിലും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അരി ഒരുപോലെ വെന്ത് കിട്ടും, അതിങ്ങനെ പൊട്ടിപ്പോവില്ല. അപ്പോൾ നല്ല വിട്ട് വിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ഉപ്പുമാവ് വെക്കുന്ന ഒരളവ്, അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട്, ഒരുപാട് ഇതാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. വരുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ അരീൻ്റെ മേലെ വെള്ളം, കുതിർത്ത അരിയാണെങ്കിൽ അതിൻ്റെ മേലെ മതി വെള്ളം. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പിന് ടേസ്റ്റ് വരാൻ മാത്രം ഉപ്പിടണം. നമ്മൾ ഉപ്പുമാവ് വെക്കുന്ന സെയിം സ്റ്റൈൽ. എന്നിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ തീ കൂട്ടി വെച്ച്, ഫ്ലെയിം കൂട്ടി വെക്കണം. എന്നിട്ട് പിന്നെ ഇത് നല്ലപോലെ തിളച്ച് വരുമല്ലോ. നല്ലപോലെ തിളച്ച് വരുമ്പോൾ തന്നെ ആ അരി ഓൾമോസ്റ്റ് അതിൽ നിന്ന് വേവാൻ തുടങ്ങും. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. ഇളക്കുമ്പോൾ അതിന് കുത്തി ഇളക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പം മീൻ ടൈം നമ്മളുടെ പ്രഷർ കുക്കറിലുള്ള ഇത് റെഡിയായി. അപ്പം ഞാൻ കുറച്ച് അസ്പരാഗസ് ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ മേലേക്ക് വെച്ച് കുറച്ച് സോൾട്ടും പെപ്പറും കൂടി ഇട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യാനും കൂടി വെച്ചു. അപ്പം നമ്മളുടെ ജീര റൈസ് അവിടെ നിന്ന് വേവുന്നുണ്ട് കേട്ടോ. സിമ്മിലാക്കിയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, അടി പിടിച്ചു പോകുന്നൊന്നും പേടിക്കേണ്ട, അതങ്ങനെ തന്നെ നിന്നോളും. അപ്പം കുറേശ്ശെ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നിട്ട് ജസ്റ്റ് തുറന്ന് നോക്കിയാൽ മതി വെള്ളമുണ്ടോ. ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള വെള്ളത്തിലും ആവിയിലും അരീൻ്റെ അകത്ത് കുതിർന്ന വെള്ളവും എല്ലാം കൂടെ കൂടിയിട്ട് അതിൽ നിന്ന് തന്നെ വെന്തോളും. എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യാറെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ അറിയായിരിക്കും, ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടാവുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഭയങ്കര ഈസി ആയിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പം ചോറൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തും കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നോക്കുകയും ചെയ്യാം. ഇനി അഥവാ തുറന്ന് നോക്കി നിങ്ങൾക്ക് കുറച്ച് അരി കടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഇളക്കിയിട്ട് നല്ലപോലെ അടച്ച് മൂടി വെക്കുക. ഫ്ലെയിം സിമ്മിൽ തന്നെ വെക്കണമെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാലും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, കരിഞ്ഞ് പിടിക്കുകയൊന്നുമില്ല. അത് ആ ആവിയിൽ കിടന്ന് ഇങ്ങനെ ഒരു ദമ്മ് പോലെ ആയിട്ട് വേവുകയാണല്ലോ. അപ്പം ഒന്നും ആവില്ല. നന്നായിട്ട് ചോറ് നല്ല വൃത്തിയായിട്ട് വിട്ട് വിട്ട് നല്ല ചോറായിട്ട് വരികയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ശ്യാം ഇപ്പം ഈവനിങ്ങിൽ ജോലി കഴിഞ്ഞിട്ട് വന്നാണ്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് അന്നേരം കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിയും കുറച്ച് ജീര റൈസും ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മളുടെ പ്രഷർ കുക്കറിലുള്ള ഐറ്റംസ് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിരിക്കുന്നു. ഇത് അസ്പരാഗസ് നല്ല സ്റ്റീംഡായി. ചിക്കൻ ഞാൻ അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഒരു ഒരു ബാർബിക്യൂ സോസ്, ഇത് പ്രഷർ കുക്കായി കഴിഞ്ഞിട്ട് ഒരു ബാർബിക്യൂ സോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ശ്യാം ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ ബാർബിക്യൂ സോസും കൂടെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു ഒരു 5 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ബാർബിക്യൂ സോസിൻ്റെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിന് മുമ്പേ, നമുക്ക് ബാർബിക്യൂ സോസ് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരു മുക്കാൽ കപ്പ് കെച്ചപ്പ്, പിന്നെ കുറച്ച് സോയ സോസ്, കുറച്ച് വൈറ്റ് വിനെഗർ എല്ലാം 1/4 ടീസ്പൂൺ, കുറച്ച് സോൾട്ട്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഏകദേശം ഒരു ബാർബിക്യൂ സോസ്, കുറച്ച് ഷുഗർ, ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് ഏകദേശം നമുക്കൊരു ബാർബിക്യൂ സോസിൻ്റെ ഒരു ഐഡിയയിലേക്ക് വരും. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് തേഴ്സ്ഡേ രാവിലെ മോനെ സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുത്ത ടിഫിൻ ബോക്സ് കൂടെ ഒന്ന് കാണിക്കാം. ഇത് ഷ്യാമിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ കൂടെ കിട്ടിയ ക്രാക്കേഴ്സാണ്. അതിന് 2 ക്രാക്കേഴ്സും അതിൻ്റെ ഉള്ളിൽ റെഗുലർ നമ്മളുടെ ചീസ് ഉണ്ടല്ലോ, ചീസും കൂടി എടുത്തിട്ട് ഫസ്റ്റ് ബ്രേക്കിന് വെച്ചു. പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. ജസ്റ്റ് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കെച്ചപ്പും കൂടെ ഒഴിച്ചാണ്. എയ്ഡൻ ഇങ്ങനെ ഭയങ്കര ഫാൻസി ഫുഡൊന്നും ഇഷ്ടമില്ല, പുതിയത് ട്രൈ ചെയ്യാനും അവന് ഇഷ്ടമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിംഗർ ഫുഡാണ് ഇഷ്ടം. പിന്നെ ഒരു ഡ്രിങ്കബിൾ യോഗേർട്ടും കൂടെ വെച്ചു. അതായിരുന്നു അന്ന് അവൻ്റെ ഫസ്റ്റ് ബ്രേക്ക്. സെക്കൻഡ് ബ്രേക്കിൻ്റെ ലഞ്ചും ഫുഡും കേട്ടോ, സ്നാക്സും. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടും കടക്കാൻ വിചാരിച്ചു.
അപ്പം ആസ് യൂഷ്വൽ ഞാൻ ഇന്നും എഗ്ഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സാധാരണ ഞാൻ ഒമേഗ 3 എഗ്സ് ആണ് എടുക്കാറ് കേട്ടോ. ഇവിടെ ഒമേഗ 3 എഗ്സ് എന്ന് പറഞ്ഞ് കിട്ടും. എനിക്കറിയില്ല അത് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല. എനിവേ അതിൻ്റെ പേര് ഒമേഗ 3 എഗ്സ് എന്നാണ്. ഇനി ഞാനൊരു ഓർഗാനിക് എഗ്സ് ആണ് എടുത്തത്, മറ്റത് തീർന്നു പോയതുകൊണ്ട്. അപ്പം സാധാരണ ആസ് യൂഷ്വൽ 2 എഗ്ഗ് എടുത്തു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും ഇട്ടു. പിന്നെ ഇന്ന് കുറച്ച് ചെറുപയർ മുളപ്പിച്ചാണ് അതിനകത്ത് ഇടുന്നത് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗിനകത്തോട്ടിട്ട് പച്ച തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഈ പാനിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങനെ കഴിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. മുളപ്പിച്ച ചെറുപയർ ശരിക്കും നമ്മളെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് തരുന്ന സാധനമാണ് കേട്ടോ. ഞാനതിന് മുമ്പേ പിന്നെ ഈ ഫുഡൊക്കെ ഉണ്ടല്ലോ ഞാൻ മുമ്പേ ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഗ്ഗ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുമോ, വെയിറ്റ് കൂടി പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ് പ്രീ പ്രഗ്നൻസിയിൽ. ഇത് ശരിക്കും എഫക്റ്റീവാണ്. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, എന്നാലത് എഫക്റ്റീവാണ്. എല്ലാവർക്കും ആർക്കെങ്കിലും ഇങ്ങനെ നമ്മൾ കുറേ തൈറോയിഡും എല്ലാം ഉണ്ടായിട്ട്, എനിക്ക് തൈറോയിഡൊക്കെ ഉണ്ട് കേട്ടോ, വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് ടേക്ക് ടൈം, പക്ഷേ ഇത് ഉറപ്പായിട്ടും ഇത് എഫക്റ്റീവ് ആവും. കുറച്ച് സമയം നമ്മളെന്തായാലും 10-30 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫാറ്റ് ആയിരിക്കുമല്ലോ, ഒരു ദിവസം കൊണ്ടൊന്നും കുറയാൻ പോകുന്നില്ല. ജസ്റ്റ് ബി പേഷ്യൻറ്റ്, അത് പതുക്കെ പതുക്കെ കുറഞ്ഞോളും. പിന്നെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക്ബെറിയും കുറച്ച് റാസ്ബെറിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോഫിയിൽ ഞാനൊരു 35% ക്രീം എടുത്തിട്ട് നെസ്കഫേൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാറ്. എനി കോഫി മതി കേട്ടോ. ഞാൻ സാധാരണ വേറൊരു കോഫി എടുക്കാറുണ്ടായിരുന്നു, അപ്പോൾ തീർന്നുകൊണ്ട് ഇൻസ്റ്റൻറ്റ് എടുത്തതിനാൽ ഇൻസ്റ്റൻ്റാണ് കുറച്ചും കൂടെ ടേസ്റ്റിയും എനിക്ക് തോന്നുന്നു. എൻ്റെ ചൂട് കാപ്പിയും ആസ് യൂഷ്വൽ മഗ് തന്നെയാണ്. എല്ലാം കൂടി ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ കണ്ണൻ പറഞ്ഞു അവന് ഗ്രീൻ ടീ ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒരു ഗ്രീൻ ടീ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഈ പ്ലെയിൻ ടീ, അതായത് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, പ്ലെയിൻ കോഫി, അത് പാലൊന്നും ഒഴിക്കാത്ത, അതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഇതിനകത്തൊക്കെ കഴിക്കാം കേട്ടോ. ഈ നമ്മൾ ഈവൻ ഡയറ്റിങ്ങിലായിരിക്കുമ്പോൾ ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് ഞാൻ കോസ്കോന്ന് വാങ്ങിച്ച ഒരു ടീ ബാഗാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാൻ വിചാരിച്ച് ചിലപ്പോൾ കോസ്കോൻ്റെ ബ്രാൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അത്ര നന്നാവില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഈ കോഫിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. വേറെയും എനിക്കൊരു ഫ്രണ്ട് ശരിക്കും അവരുടെ വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോഫി, ഒരു ഗ്രീൻ ടീൻ്റെ ബാഗ് കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റ് ഇതാണ്. ഇപ്പം നമ്മൾക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത് ശരിക്കും ഈ നമ്മുടെ ട്രാവൽ മഗ്ഗിനകത്തോ അല്ലെ ഫ്ലാസ്കിനകത്തോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ടീ ബാഗും ഇട്ടിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വൈകുന്നേരം വരെ ആ ഗ്രീൻ ടീ കുടിച്ചാൽ നമുക്ക് നല്ലതായിരിക്കും. ഗ്രീൻ ടീ ശരിക്കും നമ്മുടെ മെറ്റബോളിസവും എല്ലാം കൂട്ടും. അപ്പം നമ്മളുടെ ഉണ്ടല്ലോ ഈ ഡൈജഷനും എല്ലാം ഫാസ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ഫാറ്റ് ബേൺ കുറച്ചും കൂടെ ചെയ്യുകയും ചെയ്യും. ശരിക്കും ഈ നമ്മളുടെ ഈ നമ്മൾ രാവിലെ എഗ്ഗൊക്കെ കഴിക്കുന്നതിലുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും എളുപ്പം. അപ്പം അതിന് പകരം നമ്മൾ ഫാറ്റ് ബോഡിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ കേട്ടോ.